നമസ്കാരം. ഓപ്പറേഷൻ താമര കേരളത്തിൽ നടപ്പാക്കുകയാണ് ബി.ജെ.പി. ഏതാണ്ട് ഓപ്പറേഷൻ കേരൾ എന്നിട്ട് പേരിട്ട പോലെ. ഇന്നലെ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലെത്തി ആകെ ഒരു എരിപൊരി സഞ്ചാരം ഉണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്നുണ്ടായ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും രാഷ്ട്രീയ കോലാഹലങ്ങളും കെട്ടടങ്ങിയിട്ടില്ല ഇനിയും. അപ്പോഴാണ് CPM-ൽ നിന്ന് അടുത്ത തിരിമറി നടത്താൻ ബി.ജെ.പി. ഒരുങ്ങുന്നത്. എന്തായാലും ഇടുക്കിയിൽ നിന്ന് എസ് രാജേന്ദ്രനെയാണ് ബി.ജെ.പി. ചാക്കിട്ട് പിടിക്കാൻ നീക്കം നടത്തിയത്. ഇത് വെളിപ്പെടുത്തിയത് രാജേന്ദ്രൻ തന്നെയാണ്. വളരെ നാളുകളായി രാജേന്ദ്രൻ പിണങ്ങി നിൽക്കുകയാണ്. ഇത് മുതലെടുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. എസ് രാജേന്ദ്രനെ തിരികെ പാർട്ടിയിലെത്തിക്കാൻ CPM ശ്രമം നടത്തുന്നതിനിടെയാണ് ബി.ജെ.പി. നേതാക്കൾ ചർച്ച നടത്തിയത്. തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട എസ് രാജേന്ദ്രൻ നിരവധി തവണയാണ് സംസ്ഥാന നേതാക്കളെ കണ്ടിരുന്നത്. എങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതിനിടെ കോൺഗ്രസിലേക്ക് പോയേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായെങ്കിലും ഈ വാർത്ത അദ്ദേഹം തള്ളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ പാർട്ടികളും തന്നോട് ചർച്ച നടത്തുന്നുണ്ടെന്നാണ് എസ് രാജേന്ദ്രൻ പറയുന്നത്. PK കൃഷ്ണദാസ് അടക്കമുള്ള കേരളത്തിലെ നേതാക്കളും ബി.ജെ.പിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവും വീട്ടിലെത്തി ചർച്ച നടത്തിയെന്നും മുൻ ദേവികുളം MLA പറയുകയാണ്. പക്ഷേ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. ചർച്ച നടന്ന കാര്യം ജനുവരിയിൽ സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിരുന്നു. പോകരുതെന്ന നിർദ്ദേശം അദ്ദേഹം തന്നിരുന്നുവെങ്കിലും അതിനുശേഷം ഇന്ന് വരെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. CPM-മായി എനിക്ക് ശത്രുതാ മനോഭാവം ഇല്ല. ഞാൻ ഇതുവരെ മറ്റൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല. ചില ബി.ജെ.പി. നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ മറ്റു പല പാർട്ടിയിലെയും നേതാക്കൾ വന്ന് കണ്ട് സംസാരിച്ചിരുന്നു. ആ ചർച്ചകളൊന്നും എന്റെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഞാൻ. മൈക്കിൽ കൂടി പ്രസംഗിച്ച് നേതാവായ ഒരു വ്യക്തി ഈ പാർട്ടിയുടെ മറവിൽ നിന്ന് വ്യക്തിപരമായി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്നും തോൽക്കാൻ മനസ്സുണ്ടാകില്ല. പാർട്ടിയുടെ മുന്നിൽ 1000 വട്ടം തോൽക്കാൻ, പക്ഷെ ഒരു വ്യക്തിയുടെ മുന്നിൽ തോൽക്കില്ല. നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ വീണ്ടും പ്രവർത്തിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായില്ല. ഇതിനിടെ MM മണി ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. കഴിഞ്ഞ 3 തവണയും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് രാജേന്ദ്രൻ ഇത്തവണയും ദേവികുളത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് ലഭിക്കാതെ വന്നതോടെ സ്ഥാനാർത്ഥിയായി വന്ന A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു എസ് രാജേന്ദ്രനെതിരായ ആരോപണം. എന്നാൽ രാജയ്ക്കെതിരായി താൻ ഒരു ബൂത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഞാൻ മത്സരിക്കുമ്പോൾ മറയൂർ പഞ്ചായത്തിൽ 1300 വോട്ട് പുറകിലാണ്. രാജ 800 വോട്ടിന് മാത്രമാണ് പിന്നിലായതെന്നുമായിരുന്നു രാജേന്ദ്രന്റെ വാദം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയെ തുടർന്നാണ് എസ് രാജേന്ദ്രനെ CPM പുറത്താക്കിയത്. 2023 ജനുവരിയിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞെങ്കിലും പാർട്ടി അംഗത്വം പുതുക്കാൻ രാജേന്ദ്രൻ തയ്യാറായിട്ടില്ല. അതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ രാജേന്ദ്രനെ CPM-ൽ തിരികെ എത്തിക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. 2006, 2011, 2016 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് എസ് രാജേന്ദ്രൻ ദേവികുളത്ത് നിന്ന് CPM ടിക്കറ്റിൽ വിജയിച്ചത്. 2021 തിരഞ്ഞെടുപ്പിൽ രാജേന്ദ്രനെ മാറ്റി A രാജയെ CPM മത്സരിപ്പിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ രാജേന്ദ്രൻ അതൃപ്തനായിരുന്നു. നന്ദി.